ഞാൻ രാവിലെ അയോധ്യയിൽ നിന്ന് ദർശനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ലക്നൌവിൽ എത്തിയേക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. കാരണം ഇത് കാരണം ഉള്ളി വെയിറ്റ് ചെയ്യാനായിരുന്നു ഞാൻ ഇനിയിപ്പോൾ നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നേക്കാണ് ലക്നൌവിൽ. അപ്പോൾ ഭയങ്കര ഫേമസ് ആണ്, കബാബൊക്കെ ഭയങ്കര ഫേമസ് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് ദസ്താർ ഖാൻ അതാണ് ഇതിൻ്റെ പേര് കണ്ട. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ലക്നൌവിൽ ഇപ്പോൾ വന്നേക്കാണ്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ട. റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറുവാണ്. കയ്യൊന്നേ കഴുകിയിട്ട് വരാം. ആൾക്കാരൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അത് എൻജോയ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കണതാണ് ഇവിടുത്തെ ഫുഡ് ലക്നൗ. പുള്ളി വന്നിട്ട് പ്ലേറ്റൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. പുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉള്ളി ചട്നി कबाब में बोटी वाला क्या है? नहीं, बोटी थोड़ा ग्रेवी वाला होता है. हाँ, ग्रेवी वाला है. അതിനകത്തേക്ക് ഉപ്പിടാണ് കേട്ടോ. അത് ഉപ്പാണ് വിചാരിക്കേണ്ട, ഉപ്പാണ്. അത് മിക്സ് ചെയ്യും. बस ज़्यादा हो जाएगा. नहीं, ज़्यादा नहीं होगा. अभी इस पे ये जाएगा ना नींबू. നമ്മുടെ നാരങ്ങ അതിനകത്തേക്ക് പിഴിയും. ये पुदीने का चटनी होगा ना, पुदीना चटनी. ഇത് പുതിന ചട്നിയാണ്. ഇത് ഉള്ളി അതിൻ്റെ മുകളിൽ ഉപ്പിട്ടു, അത് കഴിഞ്ഞ് നാരങ്ങ പിഴിഞ്ഞു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കടിച്ചോണ്ടിരിക്കും. അന്നദാനം വന്നു. പൊറോട്ട ഏകെ പോട്ടി, നമ്മുടെ നാട്ടിലത്തെ പോട്ടിയാണ്. ഇതാ गलौटी कबाब. ये रोटी പൊറോട്ട. इधर थोड़ा सा चाहिए परोठा. ये रुमाली रोटी. रुमाली रोटी. ये रुमाली रोटी. और ये कौन सा कबाब है? സാമി കബാബ്. ഇത് ഗലോട്ടി കബാബ്. ഇത് പൊട്ടി. നമ്മുടെ നാട്ടിലത്തെ സംഭവമല്ല കേട്ടാ. ഇത് ഇവിടെ ഇങ്ങനെ പീസാണ്. പീസിന്റെ പേര് ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ട പീസാണ്. എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടതാണ് കേട്ടോ. ഓക്കെ, കഴിക്കട്ടെ. ശരി എന്നാ. എല്ലാവരും ഇത് ഇവിടെ വന്ന് കഴിക്കണം കേട്ടോ. ലക്നൌവിൽ ഞാൻ പറഞ്ഞ സ്ഥലം എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കയറിയപ്പോൾ കണ്ടു, ഞാനത് പറഞ്ഞിട്ടുണ്ട്. ലക്നൌവിലാണ് കേട്ടോ. ശരി.